ഇഷ്ടം തോന്നിയിട്ടുള്ളൊരു ബസ് സ്റ്റോപ്പാണ്. ഒരു ഒതുങ്ങിയ സ്ഥലത്ത് നല്ല ഭംഗിയിലിരിക്കുന്ന ഫയർ എഞ്ചിനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എല്ലാ വില്ലേജിലും ഇതുപോലൊരു സംഭവം ഉണ്ടാവും. സ്കൂളിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് രാവിലെയും ആൾക്കാർ ഇത് വാങ്ങിച്ചിട്ട് പോയിട്ട് ഓരോ സ്ഥലത്ത് ഇത് വെട്ടി മെനയാക്കും. എന്നിട്ട് ആ പുല്ലുകളെല്ലാം കൂടെ മറ്റൊരു വില്ലേജിലേക്ക് ഇറങ്ങുവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ജർമ്മനിയിലെ ഒരു വില്ലേജിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തത്. സത്യത്തിൽ വെറുതെ ഇരുന്നപ്പോഴത്തേക്കും ചെയ്തൊരു വീഡിയോ ആയിരുന്നു. പക്ഷേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേര് ആ വീഡിയോ കണ്ടു, നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. നമ്മൾ പ്രതീക്ഷിക്കാത്തതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ആ വീഡിയോ കണ്ടു. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ ആൾക്കാർ പറഞ്ഞു ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ചുമ്മാ ഇരുന്നപ്പോഴത്തേക്കും വീണ്ടും ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ നമ്മളിതുപോലെ മെയിൻ റോഡിൽ നിന്ന് വീണ്ടും മറ്റൊരു റോഡിലോട്ട് കയറുവാണ്. ഇങ്ങനെയാണ് നമ്മൾ ഇവിടുത്തെ ഓരോ വില്ലേജ് ഏരിയകളിലേക്ക് നമ്മൾ പോകുന്നത്. എല്ലായിടത്തേക്കും കണക്ഷൻസ് ഉണ്ടാവും. ഇപ്പം നിങ്ങൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് പോലെ ബസ് സ്റ്റോപ്പുകൾ, ഇതുപോലുള്ള ബസ് സ്റ്റോപ്പുകളും ഉണ്ട്. ആൾക്കാർക്ക് മഴയും വെയിലും ഒന്നും കൊള്ളാതെ നിൽക്കാൻ പറ്റുന്ന ബസ് സ്റ്റോപ്പുകളുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഇവിടുത്തെ ഓരോ വില്ലേജുകൾ വരുന്നത്. അപ്പം നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെ വീഡിയോ ആണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇട്ടത്. അപ്പോൾ അത് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ അത് കണ്ടാൽ മനസ്സിലാവും. ഇന്നിപ്പോൾ മറ്റ് കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്താം എന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ പോകുന്ന വഴിയിൽ ഇതിപ്പോൾ ഞാൻ എപ്പോഴും വരാറുള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് നിങ്ങൾ കണ്ടാൽ അറിയാം. ഈ റൈറ്റ് സൈഡിലായിട്ട് നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് ചെല്ലും. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ റൈറ്റ് സൈഡിലോട്ട് ഒരു വില്ലേജ് ഉണ്ട്. ആ വില്ലേജിലെ ആൾക്കാർക്ക് എവിടെയെങ്കിലും പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ, ഈ നേരെ കാണുന്ന വില്ലേജിലെ ആൾക്കാർക്കൊക്കെ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബസ് സ്റ്റോപ്പിൽ വരണം. ഈ ബസ് സ്റ്റോപ്പ് എനിക്കിത് നേരത്തെ മുതൽ കാണുമ്പോൾ ഭയങ്കര ഒരു ഇഷ്ടം തോന്നിയിട്ടുള്ളൊരു ബസ് സ്റ്റോപ്പാണ്. ഒരു ഒതുങ്ങിയ സ്ഥലത്ത് നല്ല ഭംഗിയിലിരിക്കുന്ന. അപ്പോൾ ഇവിടെ ആ ബസ് സ്റ്റോപ്പിൽ തന്നെ ഇവിടെ വരുന്ന വണ്ടികൾ ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് ആ ബോർഡിൽ ഉണ്ടാവും. ആ ബസ്സുകളെല്ലാം അതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് തന്നെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റമൊക്കെ. അതായത് ഈ ഉൾപ്രദേശങ്ങളിലൊക്കെ, അല്ലാതെ നമ്മൾ സിറ്റിയിലൊക്കെ ട്രാമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്കും ഇതേ രീതിയിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ ചുമ്മാ വീഡിയോ എടുത്ത് വന്നപ്പോഴത്തേക്കും ആദ്യം ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മറ്റൊരു വില്ലേജിലേക്ക് പോവാം. കുറച്ചും കൂടെ കാഴ്ചകളും അവിടുത്തെ സ്കൂളും കാര്യങ്ങളും ഒക്കെ കാണിക്കാൻ പറ്റുവാണെങ്കിൽ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി നമ്മൾ അടുത്തൊരു വില്ലേജ് ഏരിയയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ വില്ലേജുകളെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഇതുപോലുള്ള റോഡുകളുണ്ടാവും. ആ റോഡിലെ വേഗപരിധി എന്ന് പറയുന്നത് 60 കിലോമീറ്റർ സ്പീഡും 70 കിലോമീറ്റർ സ്പീഡും, ചിലത് അൺലിമിറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളും ഒക്കെ ഉണ്ടാവും. അതായത് ഇതിപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നൊരു വഴിയാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇവിടെയും ചില റോഡുകളൊക്കെ ഇതുപോലെ മോശമായിട്ടുള്ള റോഡുകളും ഉണ്ട് കേട്ടോ. എല്ലാ റോഡുകളും നല്ലതായിരിക്കണമെന്നൊന്നുമില്ല. പക്ഷെ അത് ഒരു ടൈം എടുത്ത് തന്നെ വന്ന് ക്ലിയർ ചെയ്ത് പോകാറുണ്ട്. പക്ഷെ ഇവിടുത്തെ റോഡ് വർക്കുകളൊക്കെ കോമഡി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. ചിലപ്പോൾ ഇന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ 6 മാസം 7 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് റോഡ് വർക്ക് തീരുള്ളൂ. അത് പക്ഷെ ആ ടൈം കൃത്യമായിട്ട് എവിടെയെങ്കിലുമൊക്കെ അറിയിച്ചിട്ടുണ്ടാവും ഇതെന്ന് തീരുമെന്നുള്ളത്. പിന്നെ അതിന് പാരലായിട്ട് തന്നെ ആളുകൾക്ക് വേണ്ടിയിട്ട് വേറെ റോഡും അവർ റെഡിയാക്കി കൊടുക്കും. അങ്ങനെയാണ് റോഡിൻ്റെയൊക്കെ പണിയൊക്കെ നടക്കുന്നത്. അപ്പം നമ്മൾ അവിടെ നിന്ന് വിട്ട് വീണ്ടും മറ്റൊരു വില്ലേജിലേക്ക് എൻ്റർ ചെയ്യുവാണ്. അപ്പോൾ ഇവിടുത്തെ 1-2 കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെയൊക്കെ ഞങ്ങൾ മിക്കപ്പോഴും വരുന്ന സ്ഥലമാണ്. നമുക്ക് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഇങ്ങോട്ടേക്കൊക്കെ ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അറിയാവുന്ന സ്ഥലമായതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് ചുമ്മാ ഓടിച്ചുകൊണ്ട് വരുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഈ ഒരു വില്ലേജിലോട്ട് എൻ്റർ ചെയ്യുമ്പോഴും റൈറ്റ് സൈഡിലായിട്ട് ആ ഒരു യെല്ലോ ബോർഡ് അവർ വെച്ചിട്ടുണ്ടാവും. അതുപോലെ ഒരു വെൽക്കം ബോർഡും കാര്യങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ടാവും. ഇത് കുറച്ചും കൂടെ ഒരു സിറ്റി അല്ല, എന്നാലും ഒരു ATM സെൻ്ററൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. കടകളൊന്നും ഇവിടെ ഇല്ല. 1-2 കബാബ് ഷോപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ. തീരെ ഒരു വില്ലേജ് എന്ന് പറയാൻ പറ്റത്തില്ല. അല്ലാതെ നമുക്കിപ്പോൾ എന്തെങ്കിലും ഈ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഗ്രോസറി ഐറ്റംസ് പർച്ചേസ് ചെയ്യാനോ അങ്ങനെയുള്ള പരിപാടികളൊന്നും കിട്ടത്തില്ല. കബാബ് സ്റ്റോർ ഉണ്ട് ഇവിടെ. പിന്നെ കബാബ് സ്റ്റോർ ഇപ്പോൾ ആൾക്കാർക്ക് അത്യാവശ്യം വല്ലോ ഫുഡ് കഴിക്കണം, അത് എപ്പോഴും ഒന്നും ഉണ്ടാവില്ല.
പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു കാര്യം, വീടുകൾക്കൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ള വീടുകളാണ്. ഇപ്പം നമ്മളൊരു കണ്ടൊരു വീട് 1845 പണിതൊരു വീടാണ്. അപ്പം അത്രയും വർഷത്തെ പഴക്കവും കാര്യങ്ങളൊക്കെ വീടുകൾക്കുണ്ടാവും. പിന്നെ നമ്മളിപ്പോൾ ഇവിടുത്തെ ഒരു സ്കൂള് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാലോ എന്ന് വിചാരിച്ചിട്ട് പോവാണ്. ഇപ്പോൾ ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് അല്ലെങ്കിൽ ആ ഒരു ചെറിയ കുട്ടികളൊക്കെ പഠിക്കുന്ന ഒരു സ്കൂളുണ്ട്. അപ്പോൾ ആ ഒരു സ്കൂളിൻ്റെ പരിസരത്തേക്ക് ഞാൻ കാണിച്ചു തരാം സ്കൂളൊക്കെ എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ ഈ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് സ്കൂള് കാണാനായിട്ട് പറ്റും. ആ സ്കൂളിൻ്റെ ഉണ്ടാവും. ഇങ്ങനെയാണ് ഒരു സ്കൂളിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് രാവിലെയും വൈകുന്നേരവും നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ വന്ന് കുട്ടികളെയൊക്കെ പിക്ക് ചെയ്തൊക്കെ പോകാറുണ്ട്. അവർക്കുള്ള ചെറിയ കളിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ടുള്ളത്. ഒരു സ്കൂളിൻ്റെ ഒരു മാതൃക എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. അതുപോലെ തന്നെ വില്ലേജുകളിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കിതുപോലെ ഫയർ ഹൗസുകൾ, അതായത് ഫയർ എഞ്ചിനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എല്ലാ വില്ലേജിലും ഇതുപോലൊരു സംഭവം ഉണ്ടാവും. നമ്മുടെ നാട്ടിലെ ഫയർ സ്റ്റേഷൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അത് എല്ലാ വില്ലേജിലും ഒരു ചെറുതാണെങ്കിലും ഒരു സംഭവം ഉണ്ടാവും. അതുപോലെ തന്നെ ആളുകൾ നടക്കാനൊക്കെ പോകുമെന്നൊക്കെ ചോദിച്ചു. വഴികളിലൊന്നും ആൾക്കാരെ കാണുന്നില്ല എന്നൊക്കെ. ഇപ്പം നിങ്ങൾ കണ്ട പോലെ ഇതുപോലെ ഫാമിലിയൊക്കെ ആയിട്ടുള്ള ആൾക്കാർ വൈകുന്നേരങ്ങളിലൊക്കെ നടക്കാനായിട്ട് ഇറങ്ങും. അപ്പോൾ അവർ ആ ഒരു ഷൂസും സംഭവങ്ങളൊക്കെ ഇട്ട് പിന്നെ അത്യാവശ്യം വെള്ളവും എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവർ കുറച്ചൊരു ഡിസ്റ്റൻസിലാണ് അവർ നടക്കാനായിട്ട് പോകുന്നത്. അല്ലാതെ കുറച്ച് ദൂരമൊന്നുമല്ല. ചിലപ്പോൾ ഉച്ചയ്ക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരമായിരിക്കും അവർ തിരിച്ചു കയറുന്നത്. ചിലപ്പോൾ എല്ലാ ദിവസങ്ങളിലൊന്നും അവർ യാത്ര ചെയ്യണമെന്നൊന്നുമില്ല, അല്ല നടക്കാനായിട്ട് പോകണമെന്നൊന്നുമില്ല. അവർ പോകുമ്പോൾ ചിലപ്പോൾ ആ ദിവസം രാവിലെ തൊട്ട് അല്ല ഉച്ച തൊട്ട് വൈകുന്നേരം വരെ അങ്ങനെ ഒരു ടൈമിലൊക്കെ ആയിരിക്കും അവർ നടക്കാനായിട്ട് പോകുന്നത്. പിന്നെ ഇതിപ്പോൾ പക്ക ഒരു വില്ലേജ് ഏരിയ ഒന്നുമല്ല, ഇത് കുറച്ചും കൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. എന്നാൽ പോലും ഇവിടെ ആണെങ്കിൽ ഒരു ഷോപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ റൈറ്റ് സൈഡിലായിട്ട് ബസ് സ്റ്റോപ്പ് കാണാൻ പറ്റും. ബസ് സ്റ്റോപ്പിനോട് ചേർന്നിട്ട് ഒരു ATM സെന്ററും കൂടെ കാണാനായിട്ട് പറ്റും. ഈ റൈറ്റ് സൈഡിൽ ഈ റെഡ് കളറിൽ കാണുന്ന സംഭവമാണ് അത്. മിക്ക സ്ഥലങ്ങളിലും കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള പാർക്കും കാര്യങ്ങളും ഒക്കെ ഏത് വില്ലേജിലാണെങ്കിലും അത് ചെറുതാണെങ്കിൽ ചെറുത് അത് ഉറപ്പായിട്ടും ഉണ്ടാവും. പക്ഷെ കടകൾ അങ്ങനെ സത്യത്തിൽ ഉണ്ടാവില്ല. അത് നമ്മളൊരു പ്രധാനപ്പെട്ട സെന്ററിൽ തന്നെ പോയിട്ട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണം. അങ്ങനെ നമ്മൾ ഈ ഒരു വില്ലേജിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് എക്സിറ്റ് ആവുകയാണ്. അപ്പോൾ എക്സിറ്റ് ആവുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ ഒരു യെല്ലോ ബോർഡ് ഉണ്ട്. അതിപ്പോൾ നമ്മൾ വീഡിയോ എടുത്തപ്പോൾ മറഞ്ഞു പോയതാണ്. ഇനി ഇതുപോലെ ഇങ്ങനെ കുറേ വഴികളുണ്ടാവും. രണ്ട് സൈഡിലും കൃഷിയും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ മാനുകളൊക്കെ ഒരുപാടുള്ളത് കൊണ്ട് നമ്മളിങ്ങനെ റോട്ടിലൂടെ പോകുമ്പോൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന പോലെ ഇനി ഒരു 1.6 കിലോമീറ്ററിൽ മാൻ ചാടാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള ബോർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓരോ വില്ലേജുകളും ഇങ്ങനെയാണ്, ഓരോ മൊട്ടക്കുന്നുകൾ പോലെയാണ്. അതിനിടയിലായിട്ട് ഓരോ പ്രദേശത്ത് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് ഒരു വില്ലേജ് ആണെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കാണുന്നത് മറ്റൊരു വില്ലേജാണ്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇവിടുത്തെ ഒരു ഭൂമിയുടെ ഒരു ഘടനയെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വില്ലേജിൽ നിന്ന് വണ്ടി പോകുന്നതിൻ്റെ സൗണ്ടാണ്. ആ ഒരു വില്ലേജിൻ്റെയൊക്കെ ഇപ്പുറത്തായിട്ടൊരു മെയിൻ വഴി ഉണ്ടാവും. ആ വഴിയിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ കാറ്റാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ക്ലൈമറ്റ് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ മിക്ക സ്ഥലങ്ങളിലും അനുയോജ്യമായിട്ടുള്ളിടത്തെല്ലാം ഇതുപോലുള്ള കാറ്റാടികൾ സ്ഥാപിച്ചിട്ടുണ്ടാകും. നമ്മൾ വണ്ടി ഓടിച്ചു വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. നമ്മളിതെപ്പോഴും കാണാറുള്ളതാണ്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കൃഷി ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ഈ വിൻ്ററൊക്കെ കഴിഞ്ഞിട്ട് പുല്ലൊക്കെ പിടിച്ച് നിൽക്കുന്ന സ്ഥലങ്ങൾ സമ്മർ ആകുമ്പോഴത്തേക്കും അവരിതുപോലെ വെട്ടി മെനയാക്കും. എന്നിട്ട് ആ പുല്ലുകളെല്ലാം കൂടെ ഇതുപോലെ മിഷൻ വെച്ചിട്ട് കൃത്യമായിട്ട് ഇങ്ങനെ ചിലയിടത്ത് ഇത് സ്ക്വയറായിട്ട് ചെയ്യുന്നതുകൊണ്ട് ചിലയിടത്ത് ഇങ്ങനെ റോൾ ചെയ്തിട്ട് വെക്കും. ചില സ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക് കവർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനൊരു സംഭവമാണ് ഇത്. എന്നിട്ട് ട്രക്കിൽ വന്ന് കൊണ്ടുപോകും. അപ്പോൾ അവർക്ക് ട്രാൻസ്പോർട്ടിങ്ങിന്
കുറച്ചും കൂടെ ഈസിയാണ് എടുത്ത് വെക്കാനും. ഇനി ഇത് നേരെ ക്രെയിൻ പോലുള്ള സംഭവങ്ങൾ വന്നിട്ട് നേരെ അടുക്കി വെച്ചിട്ട് പോയാൽ മതി. അപ്പോൾ ആൾക്കാർക്ക് ഇത് വേണ്ട ആൾക്കാരുണ്ടല്ലോ, അവർക്കിത് വീടുകളിൽ സ്റ്റോർ ചെയ്യാനും ഒക്കെ പറ്റും. സംഭവം അടിപൊളിയാണ്. നമ്മുടെ നാട്ടിലും ഇപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ, ഞാനും കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതുപോലെ എനിക്കൊന്ന് ഇത്രയും വലിയ ഉരുളകളായിട്ടില്ലെങ്കിലും ഇതുപോലെ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ മറ്റൊരു വില്ലേജിലേക്ക് ഇറങ്ങുവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് ഇങ്ങനെ ഓരോ വില്ലേജുകളും എങ്ങനെയാണെന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ കുറച്ചും കൂടെ വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു പല മൊട്ടക്കുന്നുകളായിട്ടാണ് ഇങ്ങനെ ഓരോ ഭാഗങ്ങളും. അപ്പോൾ അതിൻ്റെ അകത്ത് ഇതായിട്ട് ഇപ്പോൾ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ പുല്ല് വെട്ടിയിട്ട് അതിങ്ങനെ പ്ലാസ്റ്റിക്കിൽ റോൾ ചെയ്ത് വെച്ചിരിക്കുന്നത്, അതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ കാണിച്ചത്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു വില്ലേജിലേക്ക് കയറുവാണ്. ഇതും ഈ പറഞ്ഞ പോലെ ഒത്തിരി വലിയ ഇതായിട്ടൊന്നുമല്ല. പക്ഷെ ഇവിടെ നിങ്ങൾ കണ്ടാൽ അറിയാം, സ്പീഡ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാര്യങ്ങളെല്ലാം അവർ വെച്ചിട്ടുണ്ടാവും. കാരണം സേഫ്റ്റി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് ഇവർക്ക്. അതുപോലെ തന്നെ റോഡ് സൈൻസും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ടുണ്ടാവും. ഒരു ബസ് സ്റ്റോപ്പും ഇവിടെ ഉണ്ടാവും. ഇപ്പോൾ ഇവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് ഈ കാണുന്നത് അറിയാം. ഇവിടുത്തെ ബസ് സ്റ്റോപ്പുകൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഇതിങ്ങനെ ഒരു ചെറിയ ഒരു വില്ലേജ് നമ്മൾ പാസ്സായി ഇത് കഴിഞ്ഞു. ഇതിൻ്റെ അകത്ത് ഇവിടെ ചിലപ്പോൾ കൂടി വന്ന ഒരു 50 വീടുകളായിരിക്കും ഉണ്ടാകുക. ഇപ്പോൾ കണ്ടോ, ഹിൻസട്ട് എന്ന് പറയുന്നൊരു വില്ലേജിലാണ് നമ്മൾ വന്നത്. അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ അടുത്തത് പോളർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കയറുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിൽ മുമ്പ് നമ്മൾ മാനുകളെ കാണിച്ചിട്ടുണ്ട്. മാൻ കൂടുതലുള്ള ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു സ്ഥലത്ത് ഒരുപാട് മാനുകളൊക്കെ ഉള്ളത് കൊണ്ട് അതിന് ലൈസൻസും കാര്യങ്ങളും ഉള്ള ആൾക്കാർക്ക് അതിനെ ഒന്ന് വെടിവെക്കുകയോ അതിനെ ഭക്ഷണമാക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഓരോ സ്ഥലങ്ങളിലും വന്ന് ഇതിനെ ഹണ്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. ഇതുപോലെ മരത്തടികൾ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഓരോ സ്ഥലങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് ഇറങ്ങുന്ന സമയങ്ങളിൽ അവർ വന്ന് ഇതിൻ്റെ മുകളിൽ കയറി നിന്നിട്ടാണ് ഇതിനെ വേട്ടയാടുന്നത്. അപ്പോൾ ഇത് മിക്ക സ്ഥലങ്ങളിലും ഉണ്ടാവും. പക്ഷെ എല്ലാവർക്കും വന്ന് അതിനെ വെടിവെക്കാനൊന്നും പറ്റത്തില്ല. അതിന് കൃത്യമായിട്ടുള്ള ലൈസൻസും കാര്യങ്ങളും ഒക്കെ ഉള്ള ആൾക്കാർക്ക് മാത്രമേ അതിനെ വന്ന് അങ്ങനെ വെടിവെക്കാനൊക്കെ ഉള്ള പറ്റുള്ളൂ. ഇതിപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിലേ പാസ് ചെയ്തപ്പോൾ ഇതിങ്ങനെ ആണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്നാണ് ആൾക്കാർ ഇത് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഓരോ സ്ഥലത്ത് ഇത് ഫിക്സ് ചെയ്യും. അവരുടെ ഏരിയയിൽ അവർ ഹണ്ടിങ്ങും പരിപാടികളൊക്കെ ചെയ്യുന്ന സ്ഥലത്ത് ഇതുപോലെ ഫിക്സ് ചെയ്യും. അപ്പം നമ്മുടെ 2 വീഡിയോസിലായിട്ട് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ജർമ്മനിയിലെ വില്ലേജ് പാർട്ടുകളാണ്. അപ്പോൾ കുറേ ആൾക്കാർ സംശയം ചോദിച്ചിരുന്നു, ഇവിടെയുള്ള ആൾക്കാർ എവിടെയാണ് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുന്നതെന്ന്. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു 4-5 വില്ലേജുകളെ എല്ലാം ചേർത്തുകൊണ്ട് ഒരു ടൗൺ ഉണ്ടാവും, ഒരു ചെറിയ സിറ്റി പോലെ. അപ്പോൾ ഇവിടുത്തെ ഒരു സിറ്റിയിലെ ഒരു പുറമേ നിന്നുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അവിടെ ആയിരിക്കും നമ്മുടെ ഹോസ്പിറ്റലുകൾ, ഡോക്ടർമാരുടെ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളും എല്ലാം, ചെറിയ ഫാർമസികൾ, അതുപോലെ തന്നെ അത്യാവശ്യം റെസ്റ്റോറൻറ്റുകൾ, പിന്നെ എന്താ പറയുക എല്ലാ സൂപ്പർ മാർക്കറ്റുകൾ, പിന്നെ നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും വർക്ക്ഷോപ്പിലെ കാര്യങ്ങളൊക്കെ കൂടുതലുമായിട്ടും അവിടെ ആയിരിക്കും. എന്നാലും ചിലതൊക്കെ ഉൾപ്രദേശങ്ങളിലും ഉണ്ട്. പക്ഷേ ഷോപ്പുകളൊക്കെ തന്നെ ഇവിടെ ആയിരിക്കും. നമ്മുടെ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഡ്രസ്സുകളൊക്കെ വാങ്ങണമെങ്കിൽ അത്തരത്തിലുള്ള ഷോപ്പുകൾ, അങ്ങനെ എല്ലാം കൂടെ കിട്ടുന്ന ഒരു സെൻട്രൽ ആയിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മുടെ ഡാം ഫ്ലോസ്, അതുപോലെ തന്നെ ഇവിടുത്തെ മാൽബോൺ അല്ലെങ്കിൽ തിയർ ഗാർഡൻ, അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളെല്ലാം ചേർത്തിട്ട് അവിടെയുള്ള ആൾക്കാർക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ ഈ കയറാൻ പോകുന്നത് ഒരു ചെറിയ സിറ്റിയിലേക്ക്. ഈ സിറ്റിയുടെ പേര് ഹെർമസ്കെയിൽ എന്നാണ്. അപ്പോൾ ഈ സിറ്റിയിലും നിങ്ങളിപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു വെൽക്കം ബോർഡ് പോലെയൊക്കെ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഫയർ സ്റ്റേഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഉൾപ്രദേശങ്ങളിലൊക്കെ ചെറിയ ചെറിയ ഫയർ സ്റ്റേഷനുകളാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ മുന്നിൽ പോകുന്നത് ഒരു ഫയർ എഞ്ചിനാണ് ഇവിടുത്തെ. അപ്പോൾ സിറ്റിയിലേക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടെ വലിയൊരു ഫയർ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ സിറ്റിക്കകത്തുണ്ടാവും. ഒരുപാട് കബാബ് സ്റ്റോറുകൾ ഉണ്ടാവും, പിസ്സ ഷോപ്പുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ബസ്സുകളുടെ എല്ലാത്തിൻ്റെയും കൂടെ വന്നു പോകാനായിട്ടൊരു ഹബ്ബ് ഉണ്ടാവും. നമ്മുടെ നാട്ടിലെ ബസ് സ്റ്റാൻഡ് എന്നൊക്കെ പറയുന്ന ഒരു സെറ്റപ്പിലുള്ള ഒരു ബസ്സുകൾക്കൊക്കെ വന്നു പോകുന്ന ഒരു ഹബ്ബ് ഉണ്ടാവും. അങ്ങനെ എല്ലാം ഉണ്ടാവും. പ്രധാനപ്പെട്ട ഒരു സ്കൂള് കാര്യങ്ങൾ ഒക്കെ ചേർന്നിട്ടൊരു സ്ഥലമാണ്.
അപ്പോൾ അങ്ങനെ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു ബിൽഡിങ്ങും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്നത് ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലാണ്, വലിയൊരു ഹോസ്പിറ്റലാണ്. അപ്പോൾ ഈ വില്ലേജിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു ഹോസ്പിറ്റലിലേക്കാണ് മേജറായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പോകുന്നത്. പിന്നെ ഇവിടെ തന്നെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ജർമ്മനിയിലെ പ്രധാനപ്പെട്ട സൂപ്പർ മാർക്കറ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമ, അതുപോലെ തന്നെ അൽദി, ലിഡില്, പിന്നെ പറയുവാണെങ്കിൽ കൗഫ്ലാൻഡ്, അങ്ങനെയൊക്കെ ഉള്ള എല്ലാ സംഭവങ്ങളും ഒക്കെ ഇവിടെ തന്നെ ആയിരിക്കും. ഞാൻ കുറച്ച് മുമ്പ് നിങ്ങളോട് പറഞ്ഞ പോലെ ബസ് സ്റ്റാൻഡിന്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ബസ് സ്റ്റാൻഡ് കാണുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും, കണ്ടോ ബസ്സുകൾ കുറേ എണ്ണം വന്ന് കിടക്കുന്ന ഒരു ഹബ്ബാണ് ഇവിടെ. അപ്പോൾ എല്ലാ പ്രധാനപ്പെട്ട സിറ്റികളിലേക്കൊക്കെ ആൾക്കാർക്ക് പോകണമെങ്കിൽ ഈ ഒരു ബസ് സ്റ്റാൻഡിൽ നിന്നായിരിക്കും വണ്ടി ഉണ്ടാകുക. അങ്ങനെ അതുപോലെ തന്നെ ഇപ്പോൾ മെഡിക്കൽ സ്റ്റോറുകൾ, പിന്നെ എന്താ പറയുക, നമ്മുടെ സിറ്റിയിലെ മറ്റ് ഡോക്യുമെന്റ്സിനും കാര്യങ്ങൾക്കുള്ള ഓഫീസുകൾ, ചെറിയ അതുപോലെ ബാങ്കിൻ്റെ, പ്രധാനപ്പെട്ട ബാങ്കിൻ്റെ ഒക്കെ ഒരു ഇതുണ്ടാകും, ബാങ്കിൻ്റെ ബ്രാഞ്ച്, അങ്ങനെയൊക്കെയാണ് ഈ ഒരു സിറ്റിയിൽ. അപ്പോൾ ഇതിൻ്റെ വലിയ സിറ്റി ഉണ്ട്, നമ്മൾ ട്രിയർ എന്നൊക്കെ പറഞ്ഞ പോലെ അത് വലിയ സിറ്റിയാണ്. പക്ഷെ ഇത് ഈ കുറച്ച് ഗ്രാമങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, അവർക്ക് വന്ന് അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിറ്റിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇവിടെ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ കുറച്ച് മുമ്പ് നമ്മളോട് ആൾക്കാർ ചോദിച്ചത് കൊണ്ടാണ് നമ്മൾ ഇതും കൂടെ കാണുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ അത്യാവശ്യം ഒരു ആൾക്കാർക്ക് വന്ന് സ്റ്റേ ചെയ്യാനായിട്ടാണെങ്കിലും ഹോട്ടൽ ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെന്താ, എല്ലാ സംഭവം ഉണ്ട് ഇവിടെ. ഇങ്ങനെയുള്ള സിറ്റികളിൽ അല്ലെങ്കിൽ സെൻട്രൽ പോയിന്റുകളിലൊക്കെ ഇല്ലാത്തതായിട്ട് ഒന്നും തന്നെ ഉണ്ടാവില്ല. എല്ലാ സൗകര്യങ്ങളും എല്ലാ സംഭവങ്ങളും ഉണ്ടാവും. അത്യാവശ്യം പാർക്കിംഗ് ഉണ്ടാവും. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ സംഭവവും ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പം നമ്മൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ എന്തായാലും അതും കൂടെ കാണിച്ചേക്കാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ കാണിക്കുക. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നിങ്ങൾ വരുമ്പോൾ കണ്ടോ, ഇവിടെ ആരുമില്ല, പക്ഷെ ഇവിടെ ഒരു സിഗ്നൽ വെച്ചിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിലും ഉണ്ട്. കാരണം അവിടെ ഒരു ചെറുതായിട്ടൊരു വഴി പണി നടക്കുന്നുണ്ട്. കാര്യം പറഞ്ഞാൽ വലിയൊരു സംഭവമൊന്നുമില്ല, പക്ഷെ അവിടെ ഒരു സൈഡിൽ കൂടെ വണ്ടി പോവുള്ളൂ കഷ്ടിച്ച്. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ബാറ്ററിയിലോ സോളാറിലോ ഒക്കെ പ്രവർത്തിക്കുന്ന ചെറിയ സിഗ്നലുകൾ ഇവിടെ വെച്ചിട്ടുണ്ടാവും. അത് സെൻസർ വഴി അത് പ്രവർത്തിച്ചോളും. അപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല, നമുക്കും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. രണ്ട് വണ്ടികൾക്ക് ഈസി ആയിട്ട് കയറി പോകാം. നമ്മൾ കയറി ചെന്ന് കഴിയുമ്പോൾ പിന്നെ അവിടെ വഴക്കിൻ്റെ പ്രശ്നങ്ങളുടെ ഒന്നും ആവശ്യമൊന്നും ഉണ്ടാവില്ല. അത് ഇവിടെ എവിടെ ഒരു റോഡ് പണിയോ കാര്യങ്ങളോ നടന്നു കഴിഞ്ഞാലും ഈ ഒരു സംഭവങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും. അത്യാവശ്യം ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കും. പക്ഷെ ബസ്സൊക്കെ ആയിട്ട് നമ്മൾ ബസ് ഓടിക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ലാത്ത സമയങ്ങളിൽ കുഴപ്പമൊന്നുമില്ല. അപ്പം അങ്ങനെ ആ ഒരു സിറ്റി പോലുള്ളൊരു ഭാഗം കഴിഞ്ഞ് നമ്മൾ അവിടെ നിർത്തി കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാത്തതാണ്. അപ്പോൾ കുറച്ച് പേര് നമ്മളോട് ചോദിച്ചത് കൊണ്ടാണ് പിന്നെ അങ്ങനെ ഒരു വീഡിയോയും കൂടി എടുത്തത്. ഇപ്പോൾ നമ്മൾ ആ ഒരു സിറ്റിയിൽ നിന്ന് കഴിഞ്ഞു, വീണ്ടും നമ്മുടെ വില്ലേജ് ഏരിയയിലേക്ക് കയറി. അപ്പം നമ്മൾ വില്ലേജും കാണിച്ചു, ചെറിയൊരു സിറ്റിയും കാണിച്ചു. അപ്പോൾ ആൾക്കാർക്ക് സംശയം ഉണ്ടാവും, ഇവിടെ ഫാക്ടറികളോ അത്യാവശ്യം എന്തെങ്കിലും പ്രൊഡക്ഷൻസും കാര്യങ്ങളൊക്കെ എവിടെയാണ് നടക്കുന്നതെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ മാറി മറ്റൊരു പ്രദേശത്തിൽ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ഉണ്ടാകും. അത് മിക്ക സ്ഥലങ്ങളിലും ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇവിടെ ഞാൻ കണ്ടിട്ടുള്ള ഒന്ന് സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഈ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് ഇവിടെ മറ്റ് വീടുകളോ താമസ സൗകര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇവിടെ കുറേ ചെറിയ ഫാക്ടറികളുടെയൊക്കെ യൂണിറ്റുകളും അവരുടെ ചെറിയ ഗോഡൗണുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിലോട്ട് വരുമ്പോഴത്തേക്കും അവിടുത്തെ എല്ലാ യൂണിറ്റുകളുടെയും പേരും കാര്യങ്ങളും എല്ലാം അവിടെ വെച്ചിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് കയറുവാണ്. ഇവിടെ ഇപ്പോൾ വണ്ടിയുടെ സർവീസ് ഏരിയ, അതുപോലെ തന്നെ ഒരുപാട് പ്രൊഡക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടാവും. ഇവിടെ ഈ പറഞ്ഞ പോലെ മറ്റ് ഷോപ്പുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഈ ഇൻഡസ്ട്രിയൽ ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഫാക്ടറികളും അതുപോലെ തന്നെ അപ്പോൾ കണ്ടെയ്നറുകളൊക്കെ വന്നാലും അവർക്ക് ഇവിടെയാണ് പാർക്കിങ്ങും, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് മാത്രമാണ് ആക്സസ് ഒക്കെ ഉണ്ടാകുക. ഈ വില്ലേജ് ഏരിയയിലോട്ടും ഉണ്ടാകത്തില്ല, അതുപോലെ സിറ്റിയിലേക്കും ഉണ്ടാകത്തില്ല. അവർക്ക് മെയിൻ ഹൈവേ പോലുള്ള വഴികളിൽ നിന്ന് ഈ ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് ഒരു പാസേജ് ഉണ്ടാവും. അവരപ്പോൾ അതുവഴിയാണ്, അവർ ആ റോഡ് വഴിയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷേ വൈകുന്നേര സമയമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നും പ്രത്യേകിച്ച് ഇങ്ങനെ ആൾക്കാരും ഒന്നും ഉണ്ടാവില്ല. അവരുടെ ആ ഒരു വർക്കിംഗ് ടൈം കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ഇങ്ങനെ വിജനമായിട്ട് കിടക്കും.
ഇവിടെയും ഒരു സ്പീഡ് ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചില സ്ഥലത്ത് 50 കിലോമീറ്റർ സ്പീഡാണ്, ചില സ്ഥലത്ത് 30 കിലോമീറ്റർ സ്പീഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതും കൂടെ വീഡിയോയിൽ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. ഇങ്ങനെയും ഉണ്ട്, ഇൻഡസ്ട്രിയൽ ഏരിയ ആയിട്ടുള്ള സ്ഥലങ്ങളും ഉണ്ട്. അപ്പം ഇങ്ങോട്ടേക്കും ബസ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇവിടെയും ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒത്തിരി ഒന്നും ഉണ്ടാവില്ല, അത്യാവശ്യം ബസ് സർവീസ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി കാണാം, 30 കിലോമീറ്റർ ആണ് ഇവിടുത്തെ ഒരു സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ. അതുപോലെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സ്റ്റേറ്റിൽ കൂടുതൽ ഇതുപോലെ മരങ്ങളും കാര്യങ്ങളൊക്കെയാണെന്ന്. അപ്പോൾ ഇതിപ്പോൾ ഇവിടുത്തെ മരങ്ങളൊക്കെ അവർ വെട്ടി, അതിൻ്റെ ടൈം ആയപ്പോഴത്തേക്കും, അത് വെട്ടാൻ പാകമായപ്പോഴത്തേക്കും വെട്ടി ഇതിനി ഓരോ സ്ഥലത്തേക്ക് അതിൻ്റെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകും. അതുപോലെ തന്നെയാണ് സിമിത്തേരികൾ കേട്ടോ. സിമിത്തേരികളിലും ഉണ്ട് എല്ലാ വില്ലേജുകളിലും. അത് നല്ല ഭംഗിയിലാണ് അവർ സൂക്ഷിക്കുന്നത്. അത് നമ്മൾ നേരത്തെ നമ്മുടെ ഷോർട്സിൽ ഒരെണ്ണത്തിൽ കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ അവർ നല്ല രീതിയിൽ സൂക്ഷിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ നടുക്കായിട്ട് ഒരു സ്ഥലം കണ്ടില്ലേ, അവിടെ കൃത്യമായിട്ടൊരു വെള്ളവും അതിനുള്ള പാത്രവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അവരിത് കൃത്യമായിട്ട് വന്ന് ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ അത് നോക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടുത്തെ വെട്ട ഇച്ചിരി കുറഞ്ഞതുകൊണ്ടാണ്, എല്ലാവരുന്നെങ്കിൽ നല്ല പൂക്കളൊക്കെ കാണിച്ചു തരാമായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വില്ലേജാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് തിരിച്ചിപ്പോൾ ഇവിടെ എത്തി. അപ്പോൾ ഒരു കാര്യം കൂടെ കാണിച്ചിട്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാം. ഇപ്പോൾ നമ്മൾ അവിടെയൊക്കെ താമസിക്കുമ്പോൾ നമ്മുടെ ഫുഡ് വേസ്റ്റ് ഉണ്ടല്ലോ, അതായത് ഫുഡ് വേസ്റ്റ് ഒരുപാട് ദിവസം ഇരിക്കില്ലല്ലോ. അപ്പോൾ ഫുഡ് വേസ്റ്റ് നമ്മൾ ഇവിടെ തന്നെ കൊണ്ട് കളയണം. അതിന് വേണ്ടിയിട്ട് പ്രത്യേകം മാറ്റിയൊരു സ്ഥലം ഇതുപോലെ ഉണ്ടാവും. ഇവിടെ വന്നവർ എടുത്തിട്ട് പോകും. ഇത് ഒരു ദിവസം 2 ദിവസം കൂടുമ്പോൾ എടുത്തിട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഒരു ആൾപ്രദേശമൊന്നും ഇല്ലാതെ ആരും താമസിക്കാത്തൊരു സ്ഥലത്തായിരിക്കും ഉണ്ടാകുക. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള വില്ലേജുകളിലൊക്കെ താമസിക്കുമ്പോൾ ഫുഡ് വേസ്റ്റ് നമ്മൾ കൃത്യമായിട്ട് ഇവിടെ കൊണ്ട് കളയണം. മറ്റ് നമ്മുടെ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പേപ്പർ വേസ്റ്റുകളൊക്കെ അവർ വന്ന് നമുക്ക് ഓരോ മാസത്തിൽ 4 പ്രാവശ്യമൊക്കെ ഒന്ന് കളക്ട് ചെയ്യും. ഫുഡ് വേസ്റ്റ് മാത്രം നമ്മൾ ഇവിടെ കൊണ്ടിടണം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ എന്തായാലും കഴിഞ്ഞ 2 വീഡിയോയിലും ഒരുപാട് ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്തു. മുന്നോട്ടേക്കും നമ്മുടെ വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യുക. പറ്റുന്ന പോലെ ഇതുപോലുള്ള വീഡിയോസ് കാണിക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു. ബൈ ബൈ. റോസ്മോളുടെ ബൈ. അപ്പോൾ ഓക്കെ, ബൈ.